എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നടത്തുന്നതിനും സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നതിനുമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ആദ്യ മന്ത്രിസഭാ യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മെയ് 21-ന് എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നടത്താനും മെയ് 22-ന് സ്പീക്കറെ തെരഞ്ഞെടുക്കാനുമായി നിയമസഭയുടെ ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണർ രാജേന്ദ്ര ആർലേക്കറോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. അംഗീകാരം കിട്ടുന്നതനുസരിച്ച് മെയ് 29-ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടാകും, മുഖ്യമന്ത്രി പറഞ്ഞു. സഭയിലെ ഏറ്റവും മുതിർന്നയാളും അമ്പലപ്പുഴ എംഎൽഎയുമായ മുൻമന്ത്രി ജി സുധാകരനെ പ്രോം ടൈം സ്പീക്കറായി നിയമിക്കുന്നതിന് തീരുമാനമായി. അടുത്ത മന്ത്രിസഭാ യോഗം ബുധനാഴ്ച ചേരും, വി.ഡി. സതീശൻ വ്യക്തമാക്കി. നമ്മുടെ നിയമസഭാ സമ്മേളനം മെയ് 21-ന് എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നടത്താനും 22-ന് സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിനുമായി നിയമസഭയുടെ ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ബഹുമാനപ്പെട്ട ഗവർണറോട് ഞങ്ങൾ ശുപാർശ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അംഗീകാരം കിട്ടുന്നതനുസരിച്ച് മെയ് 29-ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം കൂടി ഉണ്ടാവും. നമ്മുടെ സഭയിലെ ഏറ്റവും സീനിയറായ അമ്പലപ്പുഴ എംഎൽഎ കൂടിയായ മുൻമന്ത്രി ശ്രീ ജി സുധാകരനെ പ്രോ ടൈം സ്പീക്കറായി നിയമിക്കുന്നതിന് നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ജി സുധാകരനാണ് പ്രോ ടൈം സ്പീക്കർ. പിന്നെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് രാജിവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രാജി സ്വീകരിച്ചു. അഡ്വക്കേറ്റ് ജയ്ജു ബാബുവിനെ അഡ്വക്കേറ്റ് ജനറലായി, സീനിയർ അഡ്വക്കേറ്റാണ് ഹൈക്കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റ് ശ്രീ ജയ്ജു ബാബുവിനെ അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കാൻ തീരുമാനിച്ചു. അതുപോലെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ശ്രീ ടി എ ഷാജിയുടെ രാജി സ്വീകരിച്ചു. ശ്രീ ടി അസഫ് അലി, അഡ്വക്കേറ്റ് ടി അസഫ് അലി, അദ്ദേഹം നേരത്തെയും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്നു പണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്. അദ്ദേഹത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആകാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. പിന്നീട് വളരെ പ്രധാനപ്പെട്ട തീരുമാനം, നമ്മൾ ഓംബുഡ്സ്മാൻ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ, PSC മെമ്പേഴ്സ്, ഇൻഫർമേഷൻ കമ്മീഷണർ തുടങ്ങിയ കാര്യങ്ങളിൽ തീരുമാനമായിട്ടില്ല. അപ്പോൾ അത് പുതിയ മന്ത്രിസഭ, പുതിയ ഗവൺമെൻറ് അത് അറിയിക്കും എന്ന് ഗവർണറെ അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 15/12/2023 ഈ നവകേരള സദസ്സിൻ്റെ പരിപാടിയുടെ ഭാഗമായി അന്നത്തെ മുഖ്യമന്ത്രി ആലപ്പുഴ ജില്ലയിൽ എത്തിയപ്പോൾ റോഡരികിൽ പ്രതിഷേധം നടത്തിയ 2 പേർക്കെതിരായി മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ ആളുകൾ വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവം കേരളത്തെ നടുക്കിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒന്നും മറക്കാൻ പറ്റുന്നില്ല. അതിൽ ഇല്ലേ, നമ്മളതിൻ്റെ രാഷ്ട്രീയ പ്രതികാരത്തിനൊന്നും അല്ല പോകുന്നത്. ബഹുമാനപ്പെട്ട ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി നവംബർ 8, 2024 ഒരു ഉത്തരവിട്ടിട്ടുണ്ട്. എന്താണ് ഉത്തരവ്? അതൊരു അന്വേഷണം നടത്തണം, പുനരന്വേഷണം നടത്തണം. കാരണം ഇവർ പറഞ്ഞത് ഒരു തെളിവുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു, വീഡിയോ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വീഡിയോ ഹാജരാക്കിയപ്പോൾ കോടതിക്ക് അത് ബോധ്യമായി. കാരണം മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ഞാൻ എൻ്റെ മെറിറ്റിലേക്കൊന്നും പോകുന്നില്ല, ബോധ്യമായി. അപ്പോൾ കോടതി ഒരു പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ നടത്തണ്ടേ? നിയമപരമായ ഇതല്ലേ. അതുകൊണ്ട് അതിനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ കേസ് അന്വേഷിക്കും.